ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ ഒരു ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം നല്ല തിരക്കുള്ള റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന ഷഫീനെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഷഫീന ആദ്യമായിട്ടാണ് റോഡിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നത്. ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇപ്പോൾ തൃശ്ശൂർ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ പങ്കെടുത്ത ഷഫീനെയാണ് എൻ്റെ കൂടെയുള്ളത്. ആൾക്ക് ക്ലാസ് കൊടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയായി. ഇപ്പോൾ ഒരാഴ്ച മൂപ്പര് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പം നേരിട്ട് ചോദിക്കാം. ഷഫീന, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു ആദ്യം വരുന്ന സമയത്ത്, അതിന് ശേഷമുള്ളൊരു ചേഞ്ച്? അതാണ് എൻ്റെ ചോദ്യം. ശരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ്, മുമ്പ് വണ്ടി അങ്ങനെ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വണ്ടി എടുത്ത് നെക്സ്റ്റ് വീക്കാണ് നമ്മള് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണത്. മുമ്പ് അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടേ ഇല്ല? ഞാൻ ഗ്രൗണ്ടിൽ മാത്രം ഒരു ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. റോഡിൽ വന്നിട്ടേ ഇല്ല? റോഡിൽ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോ ഞാൻ ട്രെയിനിങ്ങിന് ശേഷം അന്ന് തന്നെ ഞാൻ ഡ്രൈവ് ചെയ്ത് തുടങ്ങി. പേടി വെച്ചാൽ ആദ്യത്തിലുള്ള ആ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും അന്ന് തന്നെ വണ്ടി എടുത്തു. ഈവനിങ് തന്നെ എടുത്തു. 4 മണി വരെ 5 മണി വരെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഈവനിങ് തന്നെ. അതെ, കറക്റ്റ് ആണ്. പിന്നെ അത് വലിയൊരു ചേഞ്ചാണ്. അതായത് അന്ന് ഡ്രൈവിംഗ് ഓക്കെ ആയി, അന്ന് വൈകിട്ട് തന്നെ ആള് പുറത്തേക്ക് വണ്ടി എടുത്തിട്ട് ഒറ്റയ്ക്ക് പോയി. എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഒരാഴ്ച ഡെയിലി എല്ലാ ദിവസവും എടുക്കുന്നുണ്ട്? എല്ലാ ദിവസവും ഒരു ദിവസങ്ങളിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പെർഫെക്റ്റ് അല്ലെങ്കിലും ഒരുവിധം നന്നായിട്ട് പോണുണ്ട്. തൃശ്ശൂർ വരെ ഞാൻ 27 കിലോമീറ്റർ ഞാനിപ്പോ ഇവിടെ ഡ്രൈവ് ചെയ്ത് വന്നു. ട്രാഫിക്കിൽ തന്നെ 27 കിലോമീറ്ററോളം ട്രാഫിക്കിൽ തന്നെ ഡ്രൈവ് ചെയ്ത് വന്നു. അത്ര പേടിയൊന്നുമില്ല. പേടിയൊക്കെ ഗ്രാജുവലി കുറഞ്ഞു വരുന്നുണ്ട്. പേടിയില്ലാന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഒരു ബസ് വളരെ റോങ് ആയിട്ട് വന്നിട്ട് മുമ്പിൽ കൊണ്ടുവന്ന് വളരെ അടുത്താണ് നിർത്തിയത്. അപ്പൊ ഇവര് കറക്റ്റ് ടൈമിന് ബ്രേക്ക് ചെയ്ത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടുണ്ട് നിർത്തുമോ കറക്റ്റ് ടൈമിന് ബ്രേക്ക് ചെയ്ത് നിർത്തി. അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആയി, അല്ലെങ്കിൽ പ്രാക്ടീസ് ആയി, കോൺഫിഡൻസ് ലെവൽ കൂടി എന്നാണ്. ബസ് 100% റോങ് ചെയ്തത്. പല ആളുകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. അതായത് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വണ്ടി റോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ആൾ കറക്റ്റായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തു. ഞാനത് വീഡിയോ എടുത്തിട്ടില്ല, ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ തോന്നിയിട്ടില്ല. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓഫിലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി കാണിച്ചു തരായിരുന്നു റോങ് ആയിട്ട് ബസ് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കറക്റ്റായിട്ട് വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ഞാൻ ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിൽ ആയതുകൊണ്ട് ഞാൻ തെറ്റായിട്ട് പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കണത് ഈ ട്രെയിനിങ്ങിലായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാര്യങ്ങള്. ചെയ്യാൻ പറ്റി. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ? അതായത് ആള് മുമ്പേ ഡ്രൈവ് അധികം ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം, ഈ ട്രെയിനിങ്ങിൽ പറഞ്ഞ കാര്യം അതേപോലെ ഫോളോ ചെയ്യുന്നു, വളരെ ഈസി ആയിട്ട് എടുത്തു. നേരെ മറിച്ച് കുറെ നാൾ ഡ്രൈവ് ചെയ്ത ഒരാൾക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ തലയിലുള്ളതൊക്കെ ആദ്യം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. അതായത് പഴയ കുറേ രീതികളൊക്കെ, തെറ്റായ രീതികളൊക്കെ മനസ്സിലുണ്ടാവും. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ കുറച്ച് പാടാണ്. നേരെ മറിച്ച് നിങ്ങൾ പെട്ടെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ. അതല്ല ഉദ്ദേശിച്ചത് ഷഫീന? ഓക്കെ, ഷഫീനെ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? ഷഫീന ഒന്ന് പരിചയപ്പെടുത്തൂ. ഞാൻ കുന്നംകുളമാണ് വീട്. കുന്നംകുളത്താണ് വീട്. എന്താ ചെയ്യുന്നത്? ഓഫീസ് ഉണ്ട് സ്വന്തമായിട്ട്? ടാക്സ് പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ടാക്സ് പ്രാക്ടീഷണർ ആണ്. എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ഉണ്ട്, ടാക്സ് മേറ്റ് എന്നാണ്. എന്താണ് പേര്? ടാക്സ് മേറ്റ് എന്നാണ് പേര്. കുന്നംകുളത്താണ്. എത്ര വർഷമായിട്ട് സ്ഥാപനം നടത്തുന്നുണ്ട്? ഞാൻ 4 വർഷമായിട്ട്. 4 വർഷമായിട്ടുണ്ട്. ആദ്യം ഞാൻ ചാവക്കാടായിരുന്നു, അപ്പൊ ഞാൻ കുന്നംകുളത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓഫീസ് കുന്നംകുളത്താണ്. ഓക്കെ, എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പോൾ ഏതെങ്കിലും ബിസിനസ്സുകാർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഷഫീനെ കോൺടാക്ട് ചെയ്യാം. GST, ഇൻകം ടാക്സ് തുടങ്ങിയ റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ ഇവിടെ ഓഫീസിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഷഫീന ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരുടെയും ഫീഡ്ബാക്ക് ഒന്നും ചെയ്യുന്നില്ല. ചില ആളുകൾ ഫീഡ്ബാക്ക് തരാൻ മടിക്കുന്ന ആളുകളുണ്ടാവാം, ചില ആൾ ഫീഡ്ബാക്ക് തരുന്നവരുണ്ടാവാം. അങ്ങനെ ഓക്കെ ആയ ആളുകളുടെ ഫീഡ്ബാക്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.